ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഓയിലി സ്കിൻകാർ മോയ്സ്ചറൈസർ എന്തുകൊണ്ട് യൂസ് ചെയ്യണം എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ്. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഓയിലി സ്കിൻകാർ ചെയ്യുന്ന ഏറ്റവും വലിയ സ്കിൻ കെയർ മിസ്റ്റേക്കുകളാണ് നിങ്ങളുടേത് ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ എണ്ണമയമുള്ള സ്കിന്നാണ് എന്ന് വെച്ചിട്ട് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നത്. ഓയിലി സ്കിൻകാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഫേസ് ഓയിലി ആവുമെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. നമ്മുടെ എല്ലാവർക്കും, എല്ലാ ആൾക്കാരുടെ മുഖത്തും സെബേഷ്യസ് ഗ്ലാൻഡ്, ശരീരത്തിൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഇതാണ് ഓയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇവരാണ് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു എല്ലാ സ്കിന്നിന് വേണ്ടിയുള്ള മോയിസ്ചറൈസേഷൻ ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ ഓയിലി സ്കിൻകാരുടെ സെബേഷ്യസ് ഗ്ലാൻഡ് എപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അവർക്ക് ഇനഫ് ഹൈഡ്രേഷൻ കിട്ടുന്നില്ല. അത് കാരണം ഇത് ഓവറായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നത്. അതായത് കുറച്ച് ആത്മാർത്ഥത കൂടിയ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ് ഓയിലി സ്കിൻകാർക്ക് ഉള്ളത്, ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഹൈഡ്രേഷൻ ഉണ്ട് എന്ന് നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിന് ധാരണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി ഈ ഒരു ഓവറായിട്ട് ഹൈഡ്രേഷൻ തരാൻ പോകുന്നില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അത് ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് കൊണ്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് എന്തുകൊണ്ട് യൂസ് ചെയ്യണം, അല്ലാതെ തിക്ക് ക്രീമി പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്ന് പറയുന്നതിന്റെ റീസൺ ഓൾറെഡി ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഓയിൽ പ്രൊഡക്ഷൻ ആണ് കൂടുന്നത്. അപ്പം നമ്മുടെ സ്കിന്നകത്ത് ഓയിൽ ഒരുപാടായിട്ടിരിക്കും. വീണ്ടും നമ്മൾ പുറത്തുനിന്ന് ഓയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നകത്ത് തിക്കായിട്ടും ഹെവി ആയിട്ടും തോന്നും. മാത്രമല്ല നമ്മുടെ പോസുകൾ അടയാൻ തുടങ്ങും, നമ്മൾ വിയർക്കാൻ തുടങ്ങും, നമുക്ക് പോസ് ക്ലോഗ് ആയിട്ട് പിമ്പിൾ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടും നോൺ കോമിഡോജനിക്കും ആയിട്ടുള്ള ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇഷ്യൂസ് വരാൻ പോകുന്നില്ല. മാത്രമല്ല നമ്മുടെ ഫേസിൽ ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യാനും പോകുന്നില്ല. ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയും. കാരണം സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഓപ്പൺ പോസ് വലുതായിട്ട് വരുന്നത്. ഒരു റീസൺ, പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിൻകാർക്കുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ അവരുടെ പോസ് വലുതാവുന്ന ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ കിട്ടുമ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ആവാതാവും. അത് കാരണം നമ്മുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയുകയും ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസറിൽ ഇത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻസും കൂടെ യൂസ് ചെയ്താൽ പെർഫെക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ഓയിലി സ്കിൻകാർ മോയിസ്ചറൈസർ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അത് എങ്ങനത്തെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് നല്ല മോയിസ്ചറൈസേഴ്സ് പറഞ്ഞുതരാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതിന്റെ പഴയ പെട്ടിയിൽ ഞാൻ പറക്കെടുത്ത് വെച്ചിട്ടുണ്ട്. മിസ്സായിട്ടുള്ളതും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്റെ പല വീഡിയോസിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഓർക്കെങ്കിൽ അതിന്റെ ഫോട്ടോസ്, ഞാൻ യൂസ് ചെയ്യുന്ന ഫോട്ടോസ് തന്നെ വെച്ചേക്കാം, ഇല്ലെങ്കിൽ കമ്പനിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യമേ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഈ ഒരു മോയിസ്ചറൈസർ ആണ്. ഇതാണ് ഫോക്സ്ടെയിലിന്റെ ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 ഇൻഗ്രീഡിയന്റ് ആണ് ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ മറൈൻ ആൽഗെ, പിന്നെ ഹൈഡ്രോണിക് ആസിഡ്, നയാസിനമൈഡ്. ഇതെന്ന് വെച്ചാൽ നല്ല എന്താ പറയുന്നത് ജെൽ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർ, നോർമൽ സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയിസ്ചറൈസർ ആണ്. ഒരു മിനിറ്റ്. ഇതാണ് ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രീസിനെസ്സോ സ്റ്റിക്നെസ്സോ ഒന്നും ഫേസിൽ ഇടാൻ പോകുന്നില്ല. കാരണം ഓയിലി സ്കിൻകാർക്കുള്ള മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ അവർ മോയിസ്ചറൈസർ ഇടുമ്പോൾ അത് സ്റ്റിക്കി ഫീലിംഗ് വരും. മാത്രമല്ല ആ ഒരു സ്റ്റിക്കിനെസ് കാരണം നമുക്ക് വേറെ പ്രൊഡക്ട്സ് ഒന്നും, പ്രത്യേകിച്ചും സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു മോയിസ്ചറൈസറിൽ വരാൻ പോകുന്നില്ല. നമ്മൾ ഫേസിൽ ഒരു വെള്ളം ജസ്റ്റ് ഇടുമ്പോൾ ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവില്ലേ, സെയിം ലെവലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇത് നോൺ കോമിഡോജനിക് ആണ്. അതായത് നിങ്ങളുടെ ഓപ്പൺ പോസിനെ ഒന്നും ഇത് ക്ലോഗ് ആക്കാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്. ഇത് നമ്മുടെ പോസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഹൈഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ കീപ്പപ്പ് ചെയ്യാനായിട്ടും പുറത്തു നിന്നുള്ള വെള്ളം പിടിച്ചു നിർത്താനായിട്ടും നമ്മുടെ സ്കിന്നിനകത്തുള്ള വെള്ളം പുറത്തു പോവാതെ വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. മറൈൻ ആൽഗെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം. ആൽഗെ വാട്ടറിൽ സീയിലൊക്കെ കാണപ്പെടുന്നതാണ് മറൈൻ എന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പൊ ആദ്യം തന്നെ ഇതിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ സ്കിൻ ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. സ്കിന്നിന്റെ ഓവറോൾ ഹെൽത്തിനെ കീപ്പപ്പ് ചെയ്യാനായിട്ടും ഇപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓയിലി സ്കിൻകാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് ഞാൻ പേഴ്സണലി പറയുമെങ്കിൽ ഇതിനകത്തൊരു ഫ്രാഗ്രൻസ് ആണ്. ഇത് ആൽക്കഹോൾ ഫ്രീ ഒക്കെയാണ്, പക്ഷെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ അല്ല. ഇതിനകത്ത് നല്ല സ്മെല്ലുണ്ട് ഇതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇതുവരെ ആരും സെൻസിറ്റിവിറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു
ഫ്രാഗ്രൻസ് കാണാൻ സെൻസിറ്റിവിറ്റി തോന്നാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഇവർ നോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഫോക്സ്റ്റൈൽ ജനറലി ഒരു ഫ്രാഗ്രൻസ് ഉള്ള കമ്പനിയാണ്. അവരുടെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിനകത്തൊരു ടൈപ്പ് ഫ്രാഗ്രൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുക. ഫ്രാഗ്രൻസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഇപ്പൊ ഞാൻ കറന്റ് യൂസ് ചെയ്യാണ്, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വേറെ ഡ്രോബാക്ക് ഒന്നും തോന്നിയിട്ടില്ല. മണം എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്യും, നൈറ്റിൽ ഞാൻ വേറൊരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതല്ലാത്ത പക്ഷം ഇതെന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് ഇപ്പൊ കറന്റ് ഓയിലി സ്കിൻകാർക്കുള്ളത്. രണ്ടാമത്താണ് ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നൈറ്റിൽ ഈ ഒരു മോയ്സ്ചറൈസർ അല്ല, ഫോക്സ്റ്റൈലിന്റെ അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന്. വേറെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ക്ലേക്കോടെ സ്ലീപ്പിംഗ് മാസ്ക്. ഇത് ഓയിലി സ്കിൻകാർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നെയോ അതല്ലെങ്കിൽ അതിന് ശേഷമോ, ഏറ്റവും നല്ലത് മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ ഇത് ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓയിലി സ്കിൻകാരാണെങ്കിൽ നിങ്ങൾ സെറോക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഫെർമെന്റ് ചെയ്ത്, ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈവൻ ഇതിനകത്ത് കോജിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോണിക് ആസിഡ് ഒക്കെ ഉണ്ടെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് പിഗ്മെന്റേഷൻ മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. ഇത് നമ്മുടെ ജപ്പാനീസിന്റെ ഇതിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്ലേക്കോടെ ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക്. ഇതിനകത്തെന്ന് വെച്ചാൽ നമ്മുടെ സാഖെ, അതായത് ജപ്പാനീസ് വൈനിൽ നിന്നാണ് ഇത് വൈനിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഫോർമുലേഷനാണ് ഇവർ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ റൈസ് ഇല്ലേ, റൈസിനെ ഫെർമെന്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. റൈസിനെ ഫെർമെന്റ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് അറിയാമോ? നമ്മുടെ കോജിക് ആസിഡ് സ്കിൻ ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് ഹൈഡ്രോണിക് ആസിഡ്, അത് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നോൺ കോമിഡോജനിക്കാണ്. ഇത് അങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, പക്ഷെ അതൊരു കുത്തിക്കയറുന്ന ഫ്രാഗ്രൻസ് ഒന്നുമില്ല. ഇതിന്റെ ഫ്രാഗ്രൻസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഞാൻ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതിന്റെ ഫ്രാഗ്രൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തീരും. നമുക്ക് ജസ്റ്റ് ഒരു ഫ്രാഗ്രൻസ് തോന്നും, പക്ഷെ അതങ്ങ് തീരും. അത് പിന്നെ നമുക്ക് മൂക്കുണ്ടെങ്കിൽ നമ്മൾ മണക്കുമല്ലോ. അപ്പൊ അങ്ങനെ അത്ര ഒരു ഓവർ ബിയറിംഗ് ഫ്രാഗ്രൻസ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നൈറ്റിലൊരു സ്ലീപ്പിംഗ് മാസ്ക് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓയിലി സ്കിൻകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലേക്കോടെ ഈ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് മാസ്ക്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മെൽറ്റ്, കാരണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് സ്കിന്നിന് മെൽറ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ ആവും. അതെനിക്ക് വേറെ ഒരു മോയ്സ്ചറൈസറിലും ഫീൽ ആയിട്ടില്ല. ഇതൊരു സ്റ്റിക്കിനെസ് ഇല്ല, എന്നാൽ നമുക്ക് മെൽറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. മെൽറ്റ് ആയിട്ട് പോകുന്ന മറ്റുള്ള മോയ്സ്ചറൈസേഴ്സിലൊക്കെ എനിക്ക് സ്റ്റിക്കിനെസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്കിനെസ് ഈ സംഭവത്തിനകത്തില്ല. മൂന്നാമത്തതാണ് നമ്മുടെ പ്ലമ്മിന്റെ നയാസിനമൈഡ് മോയ്സ്ചറൈസർ. ഇതിനകത്ത് 2% നയാസിനമൈഡ് കൂടാതെ റൈസ് വാട്ടർ ഉണ്ട്, മാറ്റ്മെറിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ കാക്ടസ് വാട്ടർ ഉണ്ട്. ഇനി നയാസിനമൈഡ് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ, നയാസിനമൈഡ് നമ്മുടെ ഓപ്പൺ പോസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്കിൻ ബാരിയർ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഓയിൽ പ്രൊഡക്ഷനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഏൻഷ്യന്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് കൊറിയൻ ആയാലും ഇന്ത്യൻ ആയാലും യൂസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈസ് വാട്ടറിനകത്ത് അത് ഫെർമെന്റ് ചെയ്യുമ്പോൾ കോജിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നസിന്, പിന്നെ നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി ഇല്ല, അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ബയോടെക്നോളജിയാണ് മെറ്റ്മെറി. ഇത് നമ്മുടെ നമ്മളൊരു ഓയിലി സ്കിൻകാർക്കുള്ള പ്രശ്നം എന്താണ്, ഫേസിൽ എന്തിട്ടാലും ഒരു ഓയിൽനെസ്, ഒരു ഷൈനെസ്, ഒരു ഗ്ലോസിനെസ് വരും. അത് മാറ്റി നമ്മുടെ സ്കിന്നിന് മാറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ബയോടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് കാക്ടസ് വാട്ടർ ആണ്. ഇത് നോർമലി നമ്മൾ മോയ്സ്ചറൈസറിൽ ഒരുപാട് കാണുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അല്ല, പക്ഷേ ഈ കാക്ടസ് വാട്ടർ നമ്മുടെ സ്കിൻ ബാരിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനായിട്ടും, പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരു പ്ലംബിംഗ് എഫക്ട് കിട്ടത്തില്ലേ, ഓയിലി സ്കിൻകാർക്ക് മെയിൻ ആയിട്ട് വരുന്നത് അവർക്ക് ആ പ്ലംബിംഗ് എഫക്ട് കിട്ടത്തില്ല. കാരണം അത് കൂടുതലായിട്ട് നമ്മൾ ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയ പ്രൊഡക്ട്സുകളിലായിരിക്കും കിട്ടുന്നത്. ഇതിനകത്ത് ഹൈഡ്രോണിക് ആസിഡ് ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു പ്ലംബ് എഫക്ട് കിട്ടും നമ്മുടെ കാക്ടസ് വാട്ടർ കൂടെ. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഇത് നോൺ കോമിഡോജനിക് ആണ്, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഫോർമുലേഷൻ ആണ്. ഈവൻ ദോ ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കാണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഡ്രൈ സ്കിൻ, എക്സ്ട്രീംലി ഡ്രൈ അല്ല, നോർമൽ സ്കിൻകാർക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇതിനങ്ങനെ ഫ്രാഗ്രൻസോ അങ്ങനെയൊന്നുമില്ല. പിന്നെ പ്ലംമാർ അധികം ഫ്രാഗ്രൻസ് ഇടാത്ത ആൾക്കാരാണ്. ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ഇത് ഫോക്സ്റ്റൈലിന്റെ ഫോർമുലേഷനിൽ നിന്ന് കുറച്ചും കൂടെ തിക്കാണ്. പക്ഷേ ഫോക്സ്റ്റൈൽ ലിറ്ററലി വെള്ളം അപ്ലൈ ചെയ്താണ്, കാരണം ഇത് നല്ലൊരു ജെൽ അപ്ലൈ ചെയ്ത ആ ഒരു എഫക്റ്റ് ആണ്.
പക്ഷേ ഫോക്സ്റ്റൈലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി സൂതിങ് ആയിട്ട് നമുക്ക് ഫീൽ ആവും. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് മോർണിംഗും നൈറ്റും ഒക്കെ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. മാത്രമല്ല ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഇല്ല. നിങ്ങളുടെ ഓയിലി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്സ്റ്റൈൽ സ്കിപ്പ് ചെയ്തിട്ട് പ്ലമ്മിലോട്ട് വരാം, കുഴപ്പമൊന്നുമില്ല. കാരണം സെൻസിറ്റീവ് സ്കിൻകാർക്കാണെങ്കിൽ ചിലപ്പോൾ ഫ്രാഗ്രൻസ് പ്രശ്നം. ഇപ്പൊ എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യും, എനിക്ക് ഇഷ്യൂസ് ഒന്നും വരാറില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് ഫോക്സ്റ്റൈൽ സ്കിപ്പ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വരാം. കാരണം രണ്ടിനും നയാസിനമൈഡ് ഉണ്ട്, ഹൈഡ്രേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, മാറ്റിഫൈങ് എഫക്റ്റും നമുക്കൊരു പ്ലമ്മിങ് എഫക്റ്റും തരും. അടുത്തതാണ് ഫോർമുല എക്സിന്റെ ഹൈഡ്ര വെയിൽ മോയ്സ്ചറൈസർ. ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്, കാണിച്ചു തരാം ബോക്സിൽ, പക്ഷെ ഞാൻ പടം കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ ഇത് സൂപ്പർ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്, ജെൽ ഫോർമുലേഷൻ ആണ്. ഇത് എക്സ്പെഷ്യലി ഓയിലി സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് നല്ല ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും ഓയിലി സ്കിൻ ആണ്, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ഹൈഡ്രേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിനകത്ത് കീ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ ഹൈൽഡ്രോണിക് ആസിഡിന്റെ പല പല ഫോമാണ്. സോഡിയം ഹൈൽഡ്രോണേറ്റ് ക്രോസ് പോളിമർ, ഇതായത് നമ്മൾ ഹൈൽഡ്രോണിക് ആസിഡ് ഇതൊരു മെഷ് കണക്ക് ഫോം ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നിൽക്കും. അപ്പൊ അത് കാരണം നമുക്ക് വാട്ടർ ലോസോ അങ്ങനെയൊന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. അടുത്ത രണ്ടാമത്തതാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് സോഡിയം അസറ്റൈലേറ്റഡ് ഹൈൽഡ്രോണേറ്റ്. ഇതെന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹൈൽഡ്രോണിക് ആസിഡ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനകത്ത് ഡീപ്പായിട്ട് മോയ്സ്ചറൈസർ പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ വാട്ടർ ലോസ് ഉണ്ടാവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതൊരു ജെൽ ടൈപ്പ് നോൺ സ്റ്റിക്കി ഫോർമുലേഷൻ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഹെവിനെസ്, സെൻസിറ്റീവ് സ്കിൻകാർക്ക്, ഓയിലി സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ ഒരു മോയ്സ്ചറൈസറും ഭയങ്കര സ്റ്റിക്കിനെസ് ഹെവിനെസ്സും തോന്നിക്കത്തില്ലെങ്കിൽ നമ്മുടെ സാധാരണ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇനഫ് ഹൈഡ്രേഷൻ തരത്തില്ല എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ആവും. പക്ഷെ ആ ഫീൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഉണ്ടാവത്തില്ല. ഡീപ്പായിട്ടുള്ള ഹൈഡ്രേഷനും തരും, എന്നാൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കി ആയിട്ട് നോൺ ഗ്രീസി ഫോർമുലേഷനും കിട്ടും. നിങ്ങളുടെ പോസ്റ്റിനെ ഒന്നും ക്ലോഗ് ആക്കാനും പോകില്ല. അപ്പോൾ ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് സെൻസിറ്റീവ് ആണ്, നിങ്ങൾക്ക് ഒരു ഫ്രാഗ്രൻസ് ഒന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പ്രത്യേകിച്ചും നമ്മുടെ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി എന്നൊക്കെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ ബേസിക് സ്കിൻ കെയർ റുട്ടീനാണ് ഇപ്പൊ താല്പര്യപ്പെടുന്നത്, എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സ്കിൻ ബ്രേക്ക് ഔട്ട് ആയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഫോർമുല എക്സിന്റെ ഹൈഡ്ര വെയിൽ മോയ്സ്ചറൈസർ. അടുത്താണ് ന്യൂട്രിജനിയുടെ ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസർ. ഇത് ഞാൻ ലോങ് ബാക്കോട്ട് പറയുന്നതാണ്. നമ്മുടെ ഈ പ്ലം, അതല്ലെങ്കിൽ ഫോക്സ്റ്റൈല്, അതല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോണ പോൺസിന്റെ മോയ്സ്ചറൈസർ, ഇതെന്റെയൊക്കെ അച്ഛൻ സ്ഥാനമാണ് നമ്മൾ ഈ ന്യൂട്രിജനിയുടെ ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസർ. കാരണം ഒരു സമയത്ത് ഓയിലി സ്കിൻകാർക്ക് നല്ലതെന്ന് പറയാൻ പറ്റിയ ഒരേ ഒരു മോയ്സ്ചറൈസർ ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ബാക്കി എല്ലാത്തിനകത്തും എപ്പോഴും കൊമഡോജനിക് റേറ്റിംഗ് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇടാൻ പറ്റുണ്ടായിരുന്നില്ല, അങ്ങനത്തെ മോയ്സ്ചറൈസർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് റേറ്റ് ഉള്ള മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ന്യൂട്രിജനിയുടെ ഹൈഡ്രോ ബൂസ്റ്റ് മോയ്സ്ചറൈസർ. അന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ 2-3 ഇയേഴ്സ് ബാക്കിൽ. ഇപ്പൊ അല്ലാട്ടോ, ഇപ്പൊ നമുക്ക് പ്ലം, ഫോക്സ്റ്റൈൽ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ന്യൂട്രിജൻ നമുക്ക് മിസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ്, നോൺ ഗ്രീസിയാണ്, OG മോയ്സ്ചറൈസർ ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പെക്യുലാരിറ്റി ഇതുണ്ട്. അതുപോലെ സ്കിൻ നന്നായിട്ട് പ്ലം ആക്കി വെക്കും. ഒരു തരത്തിലുള്ള ഇപ്പൊ പ്ലമ്മിനും ഫോക്സ്റ്റൈലിനും പോലും നമുക്കൊരു ഗ്രീസ്നെസ് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത്ര പോലും ഗ്രീസ്നെസ് ഇതിനകത്ത് ഫീൽ ചെയ്യാനായിട്ട് പോണില്ല. മാത്രമല്ല നമുക്ക് കിട്ടുന്ന റിഫ്രഷിങ് എഫക്റ്റ് ഒക്കെ ഈ ഒരു സാധനത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഒരേ ഒരു ഡ്രോബാക്ക് എനിക്ക് ഈ മോയ്സ്ചറൈസർ ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഉണ്ട്, അതുപോലെ തന്നെ സിലിക്കോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെ കൊമഡോജനിക് റേറ്റിംഗിലൊന്നും പ്രശ്നമില്ല. ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ട് സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇഷ്യൂ ഇല്ലാത്ത സൂപ്പർ ആയിട്ട് ഹൈഡ്രേറ്റിംഗ് തരുന്ന ഒരു OG മോയ്സ്ചറൈസർ ആണ്. അടുത്തതാണ് വിത്തിൻ ബ്യൂട്ടിയുടെ ഡെയിലി ഡ്യൂ മോയ്സ്ചറൈസർ. ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഒന്ന് ഹൈൽഡ്രോണിക് ആസിഡ്, അതുപോലെ സെറമൈറ്റ് കോംപ്ലക്സ്, പിന്നെ ആൽഗെ എക്സ്ട്രാക്ട്സ്. ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഹൈൽഡ്രോണിക് ആസിഡ് നേരത്തെ പറഞ്ഞ പോലെ സ്കിന്റെ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യണമെങ്കിൽ, നമ്മുടെ സെറമൈറ്റ് കോംപ്ലക്സ് ഓവറോൾ ബാരിയർ റിപ്പയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും, പിന്നെ നമ്മുടെ വാട്ടറിന്റെ ലോസ് ഇല്ലേ അതൊക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൽഗെ എക്സ്ട്രാക്ട് നമ്മുടെ സ്കിന്നെ പ്ലം ആക്കി വെക്കാനായിട്ട്, നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയറിനെ മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മുടെ സ്കിന്നിനെ റീവൈറ്റ് ചെയ്യാൻ, അതായത് സ്കിന്നിനെയൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാനായിട്ടും ഒന്ന് ആ ഒരു എന്താ പറയുക സ്കിൻ ഗ്ലോ ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓവറോൾ ആയിട്ട് ഇതൊരു നോൺ കൊമഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്ത് ഫ്രാഗ്രൻസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ആയിട്ടില്ല. ഞാൻ വേറെ പല വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കുരു അങ്ങനെ ഒന്നും എനിക്ക് ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പൊ ഇതെന്നല്ല, ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം ഇൻഡിവിജ്വൽ
പേഴ്സൺസിന് സെൻസിറ്റിവിറ്റി ചേഞ്ച് ആവും. ഇത് നമുക്ക് ഓരോ ആൾക്കാരുടെയും സെൻസിറ്റിവിറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഡിവിജ്വലി എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസർ ആണ്, പ്രത്യേകിച്ചും ഓയിലി സ്കിൻ വിത്ത് ബാരിയർ ഡാമേജ് ഉള്ള ആൾക്കാർക്ക്. പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ ഞാൻ പറയുന്ന 2 മോയ്സ്ചറൈസേഴ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്ന മോയ്സ്ചറൈസറിലാണെങ്കിൽ പോലും എന്റെ ടോപ്പ് പിക്ക് വരും ഓയിലി ബാരിയർ ഡാമേജ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ആണ്. ഒന്ന് നമ്മുടെ ഫോർമുല എക്സ്ട്രാ ഹൈഡ്രാ വെയിലും പിന്നെ വിത്തിൻ ബ്യൂട്ടിയുടെ ഈ ഡെയിലി ഡ്യൂ മോയ്സ്ചറൈസറും. ബാക്കിയൊക്കെ ജനറലി ഓയിലി ആക്നെപ്രോൺ സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് രണ്ടും ബാരിയർ ഡാമേജ് ഉള്ള ആൾക്കാർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ്. അടുത്തതാണ് ഓവറോൾ വേൾഡിലെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കോസ്റെക്സിന്റെ ഓൾ ഇൻ വൺ സ്നെയിൽ മ്യൂസിൻ മോയ്സ്ചറൈസർ. ഇത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ എസൻസ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ്. കാരണം ആണുങ്ങൾക്ക് ഓയിലി സ്കിൻ ഉണ്ടല്ലോ, ആ ഒരു ഓയിലി ഉള്ള ആളാണ് എന്റെ ഹസ്ബൻഡ്. പുള്ളിയുടെ ഫേവറേറ്റ് ആണ്. ലൈക്ക് ഇത് പഠിച്ചെടുത്ത് തീർക്കുന്നതാണ്. എനിക്ക് കാണിക്കാൻ പോലും ഇല്ല. അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്തേക്കണം, കാണിക്കാൻ പോലും ഇല്ലാത്ത അത്രയ്ക്കും യൂസ് ചെയ്യുന്ന ആളാണിത്. ഇതിനകത്ത് നമ്മൾ അപ്പം ഒരു ആണാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ഹൈഡ്രേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ട. ഓയിലി സ്കിൻ ആണെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക, ചെറിയൊരു ഡാം സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഫോളോ ചെയ്യുക മോർണിംഗ്. നൈറ്റിൽ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു സിംഗിൾ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് സ്റ്റെയിലിന്റെ ഫിൽറ്റർ ആണ്. അതുകൂടാതെ തന്നെ സോഡിയം ഹൈൽബനേറ്റ് ഉണ്ട്, പിന്നെ അലറ്റോണിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റൈൻ ഉണ്ട്. അങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് കൂടാതെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് സ്നെയിൽ മ്യൂസിന്റെ ഫിൽട്രേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹൈഡ്രേറ്റിംഗ് ആണ്, നോൺ കോമ്പിഡോജനിക് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ഫോർമുല, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് എന്നാൽ നിങ്ങൾക്ക് ഹൈഡ്രേഷനും സ്കിൻ ബാരിയർ റിപ്പയറും എല്ലാം കൂടെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പിക്ക് ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി കുറച്ച് എന്താ പറയുക റേഞ്ച് ഉള്ളതാണ്. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് വേറെ ടോണറോ എസൻസോ സിറംസോ ഒന്നും യൂസ് ചെയ്യണ്ട. നിങ്ങൾക്ക് സ്കിന്നിൽ ജസ്റ്റ് ഈ ഒരു സാധനം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്ലോ, ഒരു എന്താ പറയുക വിത്തിൻ ഗ്ലോ, അതെല്ലാം കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒറ്റ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിൽ നോൺ കോമ്പിഡോജനിക് റേറ്റിങ്ങിനെ പറ്റി ആലോചിക്കാൻ വേണ്ട ഒരു പിമ്പിൾസും ഒന്നും വരത്തില്ല. ഏതൊരു ഓയിലി സെൻസിറ്റീവ് സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ബാരിയർ റിപ്പയർ തരുമെന്ന് വെച്ചാൽ അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യത്തില്ല. പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി ബാരിയർ റിപ്പയർ തരും. പക്ഷെ വിത്തിൻ ബ്യൂട്ടിയുടെയും മറ്റതിന്റെ അത്ര എത്തുമെന്ന് ചോദിച്ചാൽ അതില്ല. ഇത് കൂടുതലായിട്ടും സ്കിൻ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. കംപ്ലീറ്റ്ലി ബാരിയർ റിപ്പയർ അങ്ങനെ തരാൻ പോകില്ല. പക്ഷെ നിങ്ങളൊരു ബാരിയർ റിപ്പയർ സെറംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ ഇത് നെക്സ്റ്റ് ലെവലിൽ തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ലൈക്ക് ഇത് പറഞ്ഞാലും തീരില്ല, എൻ്റെ അത്രയും ഫേവറേറ്റ് ആണ്. ഞാൻ പക്ഷെ ഈ മോയ്സ്ചറൈസറിനെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്ന എസൻസ് ആണെങ്കിലും രണ്ടിന്റെയും എസൻസ് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഫോമിലാണ്, ഇത് കുറച്ചും കൂടെ ഗൂയി ആയിട്ടുള്ള ഫോമിലാണ്, കുറച്ചും കൂടെ തിക്കായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സിറംസ് ഒക്കെ യൂസ് ചെയ്യാവുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെവി ആയിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ ഇത് നൈറ്റിലോട്ട് യൂസ് ചെയ്യാം. മോർണിംഗിൽ നിങ്ങൾ സിറംസ് ഒക്കെ യൂസ് ചെയ്ത് ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏത് സൺസ്ക്രീൻ വെച്ചാൽ നമ്മുടെ വിഷു കെയറിന്റെ നിയാസിനമൈഡ് സൺസ്ക്രീനോ പ്ലമ്മിന്റെ ആൽഫാബറ്റിക് സൺസ്ക്രീൻ, അങ്ങനെ അത്രയും ഫ്ലൂയിഡ് സൺസ്ക്രീൻസ് ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രേഷൻ, സൺ പ്രൊട്ടക്ഷൻ എല്ലാം എന്ന് വെച്ചിട്ട് ബേസിക് 3 സ്റ്റെപ്പ് റൊട്ടീനിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ വേണം, ഇതെടുത്താൽ മതി. അടുത്താണ് മിനിമലിസ്റ്റിന്റെ 0.3% സെറമൈഡ് ആൻഡ് മെയ്റ്റ് കൊസോസൈഡ് ആൻഡ് ഉർസോലിക് ആസിഡ് മോയ്സ്ചറൈസർ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്ക് ഏറ്റവും നല്ലതാണ്. എക്സ്പെഷ്യലി നിങ്ങളുടെ ഓയിലി കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ ആണ്, നിങ്ങൾക്ക് ആക്നെ കാരണം നിങ്ങൾക്ക് ഒരുപാട് ഇൻഫ്ലമേഷനും അതുപോലെ വൂണ്ടും ഒക്കെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഇതിനകത്തുള്ള സെറമൈഡ് നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഇതിനകത്തുള്ള മെയ്റ്റ് കൊസോസൈഡ് എന്ന് പറയുന്ന മെയ്റ്റ് കൊസോസൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് അല്ലേ, എനിക്ക് എപ്പോഴും തെറ്റിപ്പോ മെയ്റ്റ് കൊസോസൈഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഇതൊരു സെൻട്രൽ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന്, അതായത് നമ്മുടെ സ്കിന്നിനെ കാം ചെയ്യുന്ന സാധനമാണ് സെൻട്രൽ ഏഷ്യാറ്റിക്ക. അതിന്റെ ആക്റ്റീവ് ഫോമിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൂൺ ഹീലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഉർസോലിക് ആസിഡ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാനായിട്ടും സ്കിന്നിന് വാട്ടർ ലോസ് ഉണ്ട് അതൊക്കെ തടയാനായിട്ടും ഒന്ന് റീബിൽഡ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്കി ഫോർമുലേഷൻ ആണ്. ഇതിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കുറച്ചേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. തീർന്നു. ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചുണ്ട്. ലൈറ്റ് വെയിറ്റഡ് ആണ്, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഫോർമുലയാണ്. കോമ്പിഡോജനിക് റേറ്റിംഗ് 0 ആണ്. ഫ്രാഗ്രൻസോ സിലിക്കോൺസോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക്
സ്കിൻ എന്തെങ്കിലും യൂസ് ചെയ്ത് സെൻസിറ്റീവ് ആവ് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് സഡൻ ആയിട്ടൊരു ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ടു ആക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ മിനിമലിസ്റ്റിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇനി മിനിമലിസ്റ്റിന്റെ വേറൊരു ഓയിലി സ്കിൻകാർക്ക് പറ്റിയ മോയ്സ്ചറൈസർ ഉണ്ട്, നമുക്ക് ഇതിനകത്ത് നോക്കാം. അടുത്തത് മിനിമലിസ്റ്റിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് വിറ്റാമിൻ B5 10% ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുപാട് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ചില സമയങ്ങളിൽ ആൾക്കാർക്ക് ഫേസ് എക്സീവായിട്ട് ഓയിലി ആക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ആയിട്ടില്ല. ഞാൻ ഇതിന് ട്രൈ ചെയ്യിപ്പിച്ചു, പുള്ളിക്കാരനും അങ്ങനെ ആയിട്ടില്ല. എൻ്റെ അടുത്ത് 1-2 പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിന്റെ ഫോർമുലേഷനിലോട്ട് പോയാൽ വിറ്റാമിൻ B5 ആണ്, അതായത് പാന്തനോൾ ആണ്. ഇത് 10% ഉണ്ട്. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ബാരിയർ ഒക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാർക്കായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് മിനറൽ കോംപ്ലക്സ് ഉണ്ട്, അതായത് സിങ്ക്, മാഗ്നീഷ്യം, കോപ്പർ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ ബോഡി ഹീലിംഗ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുള്ള ബീറ്റൈൻ നമ്മുടെ സ്കിൻ ബാരിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ഹൈലൂറോണിക് ആസിഡ് സ്കിന്നെ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇതൊരു നോൺ കോമിഡോജനിക്, നോൺ ഗ്രീസി, നോൺ സ്റ്റിക്കി ഫോമിലാണ്. ഓവറോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ മോയ്സ്ചറൈസേഴ്സും അങ്ങനെയാണ്. കാരണം ഓയിലി സ്കിൻകാർക്ക് എപ്പോഴും നമ്മൾ അങ്ങനത്തെ ഫോമില വേണം എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ ഭയങ്കര ായിട്ടും ഹെവി ആയിട്ടും ഓവറായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷെ ടോപ്പിക്കിൽ വരുന്നതാണോ എന്ന് ഞാൻ ചോദിച്ചാൽ പറയില്ല. ഇതൊരു മാറ്റിഫൈങ് ഫിനിഷ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലം അല്ലാണ്ട് പിന്നെ ഒരു മാറ്റ് ഫിനിഷ് തരുന്ന മോയ്സ്ചറൈസർ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഗ്ലോയി അപ്പിയറൻസ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലം തന്നെ സ്വിച്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിൻ ആണ്, നിങ്ങൾക്ക് ബാരിയർ ഡാമേജ് ഉണ്ട്, നിങ്ങൾക്ക് മാഗ്നിഫൈങ് എഫക്ട് ഉണ്ടെങ്കിൽ പ്ലമ്മിനേക്കാളും സ്യൂട്ട് ആവുന്ന ഈ മിനിമലിസ്റ്റിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് എന്റെ ടോപ്പിക്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടെ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്താണ് ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിലും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ. അതാണ് നമ്മുടെ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ഇതിനകത്ത് ഹൈലൂറോണിക് ആസിഡ്, വിറ്റാമിൻ എ, ഗ്ലിസറിൻ, അതായത് ബേസിക് സ്കിൻ ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഇറങ്ങിയതിന്റെ അന്ന് തൊട്ട്, അതായത് ലോഞ്ചിങ് പീരീഡ് തൊട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്തത് 2019 എന്തോ ആണ്. കാരണം കൊറോണയ്ക്ക് തൊട്ട് മുന്നെയാണ് ഇത് ലോഞ്ച് ചെയ്തത്. തൊട്ട് മുന്നേ ആ വർഷമാണ് 2019, ആ ഒരു ടൈമിലാണ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് അത് അറിയപ്പെടുന്നത് നമ്മുടെ ന്യൂട്രിജീനയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള രീതിയിലാണ്. 2018-19 ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇത് ന്യൂട്രിജീനയുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്പ് എന്നുള്ള പേരിലാണ്. അന്ന് ന്യൂട്രിജീന വാങ്ങിക്കാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ന്യൂട്രിജീന വാങ്ങിക്കാനുള്ള എമൗണ്ട്, അതല്ലെങ്കിൽ കോസ്റെക്സ് വാങ്ങിക്കാനുള്ള എമൗണ്ട് ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ വാങ്ങിക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ വാങ്ങിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു ഇത്. നല്ല മോയ്സ്ചറൈസർ ആണ്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ നോർമൽ സ്കിൻകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓയിലിക്കാർക്ക് മാത്രമല്ല നോർമൽ സ്കിൻകാർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ഇത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്ക് തീരെ യൂസ് ആകത്തില്ല. അതുപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഇത് അത്ര സ്യൂട്ടബിൾ ആകത്തില്ല. കാരണം ഇതിനകത്ത് സിലിക്കോൺ ഉണ്ട്. അതൊരു പോയിന്റ്, ഇത് 1%, കൊമഡോജനിക് റേറ്റിംഗിൽ 1 വരുന്നതുകൊണ്ട് ഞാൻ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് അധികം റെക്കമെൻഡ് ചെയ്തില്ല. സെൻസിറ്റീവ് സ്കിൻകാർക്ക് റെക്കമെൻഡ് ചെയ്തില്ല. കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ട് എല്ലാവർക്കും ചാടി കയറി വാങ്ങിച്ച് കടയിൽ പോയി, ഇപ്പം നിങ്ങളുടെ മോയ്സ്ചറൈസർ തീർന്നാൽ നിങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിക്കാവുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഈ ഒരു മോയ്സ്ചറൈസർ. സൂപ്പറായിട്ട് നന്നായിട്ട് എഫക്റ്റീവായിട്ടും ഹൈഡ്രേഷനും ഒക്കെ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. മേക്കപ്പിൻ്റെ അണ്ടറിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. ബട്ട് ഇഷ്യൂസ് വെച്ചാൽ ആക്നെ പ്രോൺ സ്കിൻകാർക്കും സെൻസിറ്റീവ് സ്കിൻകാർക്കും എക്സ്ട്രീംലി ഡ്രൈ സ്കിൻകാർക്കും ഇത് വർക്ക് ചെയ്യാൻ പോലും. ഡ്രൈ സ്കിൻകാരുടെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആക്നെ പ്രോൺ അതുപോലെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് എന്തായാലും ഈ മോയ്സ്ചറൈസർ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകില്ല. അതിനുവേണ്ടി നല്ല പ്ലമ്മിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ ഉണ്ട്, അതല്ലെങ്കിൽ വിത്തിൻ ബ്യൂട്ടിയുടെ ഹൈഡ്രാവൈൻ മോയ്സ്ചറൈസർ ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മോയ്സ്ചറൈസേഴ്സ് മിസ്സായെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസേഴ്സിന്റെ റിവ്യൂ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലോ Q&Aയിലോ അല്ലെങ്കിൽ ഷോർട്സിലോ ചെയ്യാവുന്നതാണ്. വീഡിയോസിൽ ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ലേ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്ന ലക്ഷ്മി സൈനിക.